വർക്കലയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ BJP പ്രവർത്തകർ ചുവരെഴുത്തു തുടങ്ങിയിരുന്നു. ഇക്കുറി BJPക്ക് തന്നെയാണ് സീറ്റെന്ന വ്യക്തമായ ധാരണയുടെ അടിസ്ഥാനത്തിലായിരുന്നു ചുവരുകളിൽ താമര തെളിഞ്ഞത്. പക്ഷേ ഇക്കുറിയും സീറ്റ് BDJSന് നൽകപ്പെട്ടു. ഇതോടെ BJP പ്രവർത്തകർ ഇടഞ്ഞു. ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിയെ സഹായിക്കാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നും BJP പ്രവർത്തകർ കരുതുന്നു. ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിയെ പരാജയപ്പെടുത്താൻ ഒന്നിക്കണമെന്നും വോട്ടുകൾ UDF സ്ഥാനാർത്ഥി വർക്കല കഹാറിന് നൽകണമെന്നുമുള്ള ശബ്ദ സന്ദേശവും പുറത്തുവന്നു. ഹലോ, നിങ്ങൾ ഇങ്ങനെ ഈ ഗ്രൂപ്പിൽ കിടന്ന് ഈ സംസാരിക്കാതെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. എല്ലാം കൂടെ ഒറ്റക്കെട്ടായി നിന്നിട്ട് ജോയിയെ തോൽപ്പിക്കുക. ജോയി തോൽപ്പിക്കാൻ എന്താണ് മാർഗം എന്നുള്ളത് ആദ്യം ചിന്തിക്കുക. ആ മാർഗം കഹാറിനെ ജയിപ്പിക്കുക. നമ്മളെ ആൾക്കാരെല്ലാം വോട്ടും കഹാറിന് കൊടുക്കുക. അല്ല നോട്ടക്കിട്ടെന്നും പറഞ്ഞ് ജോയി തോക്കൂല, ജോയി ജയിക്കും. അപ്പോൾ കഹാറിനെ ജയിപ്പിക്കണം. നമ്മളെ വോട്ടെല്ലാം കൂടെ കഹാറിന് കൊടുക്കുക. നമ്മളെ BJP താമരയിൽ ഒരു ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ജോയി എങ്ങനെയെങ്കിലും വർക്കല നിയോജക മണ്ഡലത്തിൽ തോക്കണം. അപ്പോ കഹാറിനെ ജയിപ്പിക്കുക. അങ്ങനത്തെ ഒരു ഒറ്റ ഇതേ ഉള്ളു. BJPയിലെ ആലങ്കോട് ദാനശീലൻ സ്വതന്ത്രനായി മത്സരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല.